Hello friends, TutorVault മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ അറിയാണ്ട് പോകുന്ന ചെറിയ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ വളരെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെയും അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം? അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്ത് അത് അവസാനം വരെ എത്തിക്കഴിയുമ്പോൾ, കൺക്ലൂഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കുറച്ച് യൂട്യൂബ് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ ബട്ടൺ ഇതൊക്കെ നമുക്ക് ഓൺ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണുന്നതിന് വേണ്ടി നമുക്ക് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ എൻഡ് സ്ക്രീൻ സെറ്റിങ്സ് ചെയ്യാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലോ പി സിയിലോ ഒക്കെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ഫോണിലൂടെയാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം, നമ്മുടെ വെബ് ബ്രൗസറായിട്ടുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിലൂടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് പി സി മുഖേന നമുക്ക് അത് യൂട്യൂബിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എൻഡ് സ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ എൻഡ് സ്ക്രീന് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റിങ്സ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻഡ് സ്ക്രീൻ നിങ്ങൾ ഇതുവരെയും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്കും യൂട്യൂബ് ചാനലിലേക്കും നല്ല രീതിയിൽ വ്യൂസും ഗ്രോയും കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ സബ്സ്ക്രൈബറിനെ നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എൻഡ് സ്ക്രീനിലൂടെ നിങ്ങളുടെ ഒരു വീഡിയോ പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നല്ല രീതിയിൽ അവസാനിക്കുന്ന ആ സമയത്ത്, അതായത് നിങ്ങളുടെ വീഡിയോ ഒരു വ്യൂവർ കണ്ട് അത് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻഡ് സ്ക്രീൻ വിഷ്വലൈസ് ചെയ്ത് അതിലൂടെ നിങ്ങളുടെ പോപ്പുലർ ആയിട്ടുള്ള 4 വീഡിയോസും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺസൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്ക് എത്തി ആ ഓഡിയൻസ് അറ്റൻഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ വീണ്ടും നമുക്ക് വ്യൂസും അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ലൈക്ക് കമൻറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലേക്കോ എങ്ങനെ നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ എൻഡ് സ്ക്രീൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസറിൽ നിന്നോ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ youtube.com എന്ന് പറയുന്ന ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉള്ള ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഡെസ്ക്ടോപ്പിൽ, അതായത് ക്രോം ബ്രൗസറിൽ ഞാൻ ലോഗിൻ ചെയ്തു. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ട്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ, അതായത് പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യുവർ ചാനൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ താഴത്തോട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ആയിട്ട് ഡാഷ്ബോർഡിന് താഴെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അകത്തും നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ അകത്ത് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ വീഡിയോസിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ
ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം കാണാം. ജസ്റ്റ് ഈ റൈറ്റ് സൈഡിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ തമ്പനെയിലും ഇവിടെ എത്ര സെക്കൻഡ്സ് ഉണ്ട് വീഡിയോ, അതിന് താഴെ വീഡിയോ ലിങ്ക്, അതുപോലെ വീഡിയോ ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴത്തോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വിസിബിലിറ്റി പബ്ലിക് ആണ്. അതുപോലെ താഴത്തോട്ട് വരുമ്പോൾ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതുപോലെ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ എൻഡ് സ്ക്രീനാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി തന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ എൻഡ് സ്ക്രീന് വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്, അതായത് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോ ആണ്. അതായത് ഇതൊരു വീഡിയോ, ഇതൊരു പ്ലേലിസ്റ്റ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. ആ ഓപ്ഷൻസ് ഞാൻ അവിടുന്ന് ഡിലീറ്റ് ചെയ്തു. ഞാനത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ഓപ്ഷൻസാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഡ് സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ എലമെൻറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഫ്രം വീഡിയോസ്. നമുക്ക് വീഡിയോസ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തു. രണ്ടാമത്തെ ഒരു എലമെൻറ്റ് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തു. മൂന്നാമത്തെ എലമെൻറ്റും ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തു. നമുക്ക് എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ആ വീഡിയോ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ അപ്പം എലമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ പ്ലേലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മോസ്റ്റ് റീസെൻ്റ്ലി അപ്ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മുടെ വീഡിയോ ബെസ്റ്റ് ഫോർ വ്യൂവർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ബെസ്റ്റ് ഫോർ വ്യൂവർ എന്ന് പറയുന്നത് ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട വീഡിയോ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു വേറെ വീഡിയോ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആ സെലക്ട് ചെയ്ത വീഡിയോ ഇത് ഇവിടെ വന്നു. അതുപോലെ മോസ്റ്റ് റീസെൻറ്റ് അപ്ലോഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ചെയ്യാം. എലമെൻറ്റ് എന്ന് പറയുന്നതിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ വേറൊരു വീഡിയോയുടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഒരു സ്പേസിൽ ഒരു ഇത് വന്ന് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടി കാണാം. ഇനിയിപ്പോൾ അതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഇവിടെയായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ, അതായത് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോ അതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു വീഡിയോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അത് ചെയ്യാൻ പറ്റുന്നില്ല. അതിലെന്തോ ഇതുണ്ട്, വീഡിയോ എലമെൻറ്റ് കനോട്ട് പ്രൊമോട്ട് ദ വീഡിയോ ബീങ് വാച്ച്ഡ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. ഞാനത് കഴിഞ്ഞിട്ട് വേറെ ഒരു വീഡിയോ കൊടുത്തു. ആ വീഡിയോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ കറക്റ്റായിട്ട് അവിടെ സ്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇവിടെയും കൂടി ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ 4 എലമെൻറ്റ്സ് നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വീഡിയോ, അതായത് മോസ്റ്റ് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയോ, അതുപോലെ ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയോ, പിന്നെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഈ എലമെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒരു ഡിസബിൾ രീതിയിലാണ് കിടക്കുന്നത്. അതായത് ദിസ് വീഡിയോ ക്യാൻ ഓൺലി കണ്ടെയ്ൻ അപ് ടു 4 എൻഡ് സ്ക്രീൻ എലമെൻറ്റ്. അതായത് അവർ പറയുന്നത് നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ എലമെൻ്റ് ആയിട്ട് നമുക്ക് 4 സ്ക്രീനാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 4 എലമെൻറ്റ്സ് ആണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സബ്സ്ക്രൈബർ ബട്ടൺ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്കത് ഇതിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടി ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം എലമെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം, പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം, സബ്സ്ക്രൈബർ ബട്ടൺ ആഡ് ചെയ്യാം, ചാനൽ ആഡ് ചെയ്യാം, ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിൽ സബ്സ്ക്രൈബർ ബട്ടൺ എന്ന് പറയുന്ന ഈ സബ്സ്ക്രൈബർ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ, അതായത് നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൻ്റെ അവിടെ ഒരു സബ്സ്ക്രൈബർ ബട്ടൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നടുക്കായിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പ്ലേലിസ്റ്റും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് താഴത്തോട്ടൊക്കെ ഒന്ന് വെച്ച് ആൾക്കാർക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇംപ്രഷന് വേണ്ടി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതായത് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് വീഡിയോ ആണ്. അതായത് മോസ്റ്റ് റീസെൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഒരു യൂട്യൂബിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. മൂന്നാമതായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. സെൻറ്ററിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണാണ്. അത് നമുക്ക് റൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ
ഡ്രാഗ് ചെയ്ത് ഓരോ പൊസിഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാൻ പക്ഷേ സെൻറ്ററിൽ തന്നെ ഇവിടെ തന്നെ കൊടുത്തു. കാരണം നമ്മുടെ വീഡിയോ വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ താഴെ സബ്സ്ക്രൈബർ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സെറ്റിങ്സ് തന്നെയാണിത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ പോർഷൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്തു. ഇപ്പോൾ ആ ഒരു എൻഡ് സ്ക്രീൻ എൻ്റെ വീഡിയോയുടെ ഇതിലേക്ക് സെറ്റിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എൻ്റെ സ്ക്രീനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് എൻ്റെ സ്ക്രീനിൽ എൻ്റെ സബ്സ്ക്രൈബർ ബട്ടൺ, ഒരു വീഡിയോ, മോസ്റ്റ് റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, പിന്നെ ഇവിടെ എൻ്റെ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്, അതായത് ഒരു പ്ലേലിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പം വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എൻഡ് സ്ക്രീൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം. എല്ലാ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് തന്നെയാണിത്. കാരണം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്കും നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും ലൈക്കും കമൻറ്റും എല്ലാം വരുന്നതിനും അതിലൊക്കെ ഉപരി നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ എൻഡ് സ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിരവധി ഓപ്ഷൻസും അല്ലെങ്കിൽ നിരവധി സെറ്റിങ്സുകളും ചെയ്യാറുണ്ട്. എല്ലാ സെറ്റിങ്സും പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് ഗ്രോ ഉണ്ടാവുള്ളൂ. ആ യൂട്യൂബ് വീഡിയോയുടെ ഗ്രോ കൊണ്ടായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ സെറ്റിങ്സുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. കാരണം എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള 100% ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ക്യാമറ, അതുപോലെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാപ്പ്, അതുപോലെ ഈ മൈക്ക്, ഈ കാര്യങ്ങളും അതുപോലെ എൻ്റെ ട്രൈപോഡ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുറഞ്ഞ പൈസ മുടക്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചെറിയ ഒരു വീഡിയോ ആണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ട്രൈപോഡ്, നമ്മുടെ മൈക്ക്, ക്യാമറ, ലൈറ്റ് സെറ്റപ്പ്, സ്റ്റുഡിയോ സെറ്റപ്പ്, ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്തത് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ പൈസ മുടക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയൊരു എമൗണ്ടിൽ നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആർക്കും കാണുന്നത്, അതായത് ഓഡിയൻസിന് അത് കാണുമ്പോൾ അത്ര മോശമല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുവാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്ന ഓരോ പോസ്റ്റിനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വരുന്നത്. കാരണം എങ്ങനെ നമുക്ക് ലോ ബഡ്ജറ്റിൽ റൂമിൻ്റെ അകത്ത് ഒരു നല്ല സ്റ്റുഡിയോ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു അടിപൊളി ഒരു വീഡിയോ ആണ് അടുത്തത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഒപ്പം തന്നെ കൂടെ ഉണ്ടാകുക.